നമ്മുടെ TV ചർച്ചകളിൽ പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നത് കാണാം. അതിൽ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ശ്രീ രാജ്മോഹനും ശ്രീ ബാബുവും കോഴിക്കോട് നിന്ന് ഉള്ളവരാണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളവർ പലരും അവർക്ക് അതിൻ്റെതായ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്തവരാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് മാത്രമല്ല, അവരെല്ലാം പറയുന്നത് കേട്ടാൽ CRPCയും IPCയും അതുപോലെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സും റൂളിങ്സും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കോട്ട് ചെയ്ത് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ സർവീസിലുണ്ടായിരുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അവരുടെയൊക്കെ കൂടെ ജോലി ചെയ്യാനും അവരെയൊക്കെ പലപ്പോഴും നിയന്ത്രിക്കാനും അവസരമുണ്ടായിട്ടുള്ളതാണ് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള പല ഓഫീസർമാരും റിട്ടയർ ചെയ്തതിന് ശേഷം അവര് എന്തോ മഹാകാര്യങ്ങൾ ചെയ്തിരുന്നവരാണ് എന്ന രീതിയിൽ പോലീസിനെ പറ്റി പറയുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ പുച്ഛം തോന്നും അറിയുന്നവർക്ക്. ഇത് പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മുഴുവനുമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഇതിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ആളെ തൊട്ട് കാണിച്ച പോലെ 1, 2, 3 ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം കോഴിക്കോട്ട് നിന്നുള്ള ഓഫീസർമാർ വളരെ സത്യസന്ധമായും കൃത്യമായും പരിചയസമ്പന്നരും എല്ലാമാണ്. അവർ കൃത്യമായിട്ട് പറയുന്നു. മറ്റുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരാൾ വിതുര കേസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് അതിന്റെ സംഗതികളൊക്കെ സംസാരിക്കുന്നത്? ഇവരാർക്കും വിതുര കേസിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം. കാരണം അവരൊന്നും വിതുര കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നില്ല. വിതുര കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയാൻ പറ്റുന്നത് പീറ്റർ ബാബു എന്ന അന്നത്തെ CIയും പിന്നീട് DYSPയുമായി മാറിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പിന്നീട് അതിൽ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ടായിരുന്നു. അവരും റിട്ടയർ ചെയ്തു. പിന്നീട് സുഗതകുമാരി ടീച്ചർക്കാണ് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. കാരണം രഹസ്യമായിട്ട് ഈ ഇരയോട് ചോദിച്ച് അല്ലെങ്കിൽ പീഡിതയോട് ചോദിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയാൻ പറ്റുന്നത് മറ്റാരുമില്ല എന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഇത് സംഭവം നടക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1996 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. അന്ന് ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീ നായനാരെ വളരെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടും അദ്ദേഹത്തിന് എന്നെ അറിയാമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് കാൾ ഓൺ ചെയ്യാനൊന്നും ഓടിപ്പോയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ സമയത്ത് അവിടെ ശ്രീ AP വർക്കി അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ശ്രീ PK ഗുരുദാസിനെ പോലെ തന്നെ ഉള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാളല്ല. അദ്ദേഹം എന്നെ ഒരു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പനമ്പിള്ളി നഗറിലെ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ ഒരു ആണും ഒരു പെണ്ണും ഉണ്ട്, അവരെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ബിൽഡിങ്ങിലായാൽ ആണും പെണ്ണും ഒക്കെ കാണും, അവരെങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക? അതല്ല, അവര് അനാശാസനത്തിന് വന്നിരിക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നോക്കുക, അനാശാസ്യത്തിന് വന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് 2 വനിതാ സാക്ഷികളെ കൂടി ആവശ്യമുണ്ട്. അത് സ്വതന്ത്രരായിട്ടുള്ള വനിതാ സാക്ഷികളായിരിക്കണം. എങ്കിലേ ആ നിയമം അനുസരിച്ച് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ 47C വെച്ച് പിടിക്കാം. അങ്ങനെ പണ്ട് പോലീസുകാരെല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞു, അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എവിടെയെങ്കിലും കണ്ടു, അവരെ അസ്വാഭാവികമായിട്ട് കണ്ടു എന്നുള്ള നിയമവിരുദ്ധമായിട്ടുള്ളൊരു കേസെടുത്ത് അവരെ കൊണ്ടുപോയി തൽക്കാലം അവിടെയുള്ള ആളെ ഒഴിവാക്കുക എന്നുള്ളൊരു പരിപാടി നടപ്പാക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം, വിറ്റ്നസിനെ കിട്ടുമോ? അങ്ങും ശ്രമിച്ചു നോക്കൂ, വിറ്റ്നസിനെ കിട്ടുമോ എന്ന്. അങ്ങനെ സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകളെ വിറ്റ്നസ്സായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അതിൻ്റെ നിയമമനുസരിച്ച് തന്നെ ഉള്ള ക്രമങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും വിറ്റ്നസിനൊന്നും കിട്ടിയില്ല. അന്ന് നടപടിയൊന്നും നടന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിക്കാതെ DYSP ആണ് വിളിച്ചത്, AC ആണ് വിളിച്ചത്. AC നേരെ ചെന്ന് അവരെ ഇമോറൽ ട്രാഫിക് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി, അപ്പോൾ അവരുടെ മകളുടെ കാളൊക്കെ വളരെ ചെറിയ പ്രായമുള്ള ഒരു കുട്ടി അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കോടതിയിൽ കൊണ്ടാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ, ആ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാണ്. 15 വയസ്സ് 16 വയസ്സേ ഉണ്ടാവുള്ളൂ. അവരെ എവിടെ നിന്നും തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതാണ്. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നടപടിയെടുക്കണമല്ലോ. അങ്ങനെ കുട്ടികളെയൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന നിലയ്ക്ക് അന്ന് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ഭദ്രകുമാരിയെയും മറ്റൊരു
അഡ്വക്കേറ്റ് ഉണ്ട്, അവരെയും കൂടി ഞാൻ ഒന്ന് വരണം, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ വന്ന് കോടതിയിൽ നിന്ന് ആ കുട്ടിയെ ഏറ്റുവാങ്ങി. അതിനുശേഷം അവരുടെ സാന്നിധ്യത്തിൽ അതേസമയം ആ കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ ബിദുരയിൽ നിന്നും കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിൽ ലക്ഷ്മിക്കുട്ടി SI ഉണ്ടായിരുന്നു, വനിതാ അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു, കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവരെല്ലാവരും അതിൽ ഒപ്പിടണം. കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നീട് എഴുത്തും വായന അറിയാത്ത ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കളവായിട്ട് എടുത്തതാണെന്ന് പറയാൻ ഇടവരരുത്. അതുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് അത് ഒപ്പിട്ടു. അങ്ങനെയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത്. അത് സംഭവം നടന്നത് അതിനും 1 വർഷം മുമ്പായിരുന്നു. പക്ഷേ അത് പിടികൂടിയതും അത് കേസ് രജിസ്റ്റർ ചെയ്തുമൊക്കെ ഈ സമയത്തായിരുന്നു. 1996 LDF ഗവൺമെന്റ് വന്ന ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അത് നടക്കുന്നത്. ഏതായാലും ആ കേസിനെ തുടർന്ന് എനിക്കും അതിലെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമായിരുന്നു. ആ വളരെയധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ പറയുന്ന മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിലൊന്നും യാതൊരു ബന്ധമില്ലാത്തവരാണ് ബിദ്ര കേസിനെ പറ്റിയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊന്നും ബിദ്ര കേസിന്റെ അന്വേഷണത്തിന്റെ അരികിൽ കൂടി പോലും പോകേണ്ട ആവശ്യമുണ്ടായിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിന്റെ ഏറ്റവും അവസാനം ഈ കേസിന്റെ വിചാരണകൾ വന്നത് ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും ആ കുട്ടി പ്രായമായിട്ട് 34 വയസ്സായിരുന്നു. അവരെ സംരക്ഷിച്ചിരുന്നത് സുഗതകുമാരി ടീച്ചറായിരുന്നു. ഒരു ദിവസം സുഗതകുമാരി ടീച്ചർ എന്നോട് ചോദിച്ചു, സെൻകുമാർ, ആ കുട്ടിക്ക് ഒരു വിവാഹാലോചന വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതേപ്പറ്റി സെൻകുമാർ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. അതിനകം ആ കുട്ടി നല്ല വിദ്യാസമ്പന്നയായിട്ടുണ്ടായിരുന്നു, എഴുത്തും വായനയൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു, സാമാന്യം നന്നായിട്ട് എല്ലാം എഴുതാനും വായിക്കാനും മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് എല്ലാം ചെയ്തിരുന്നു അഭയയിൽ താമസിച്ച്. അപ്പൊ അങ്ങനെ നല്ലൊരു കുട്ടിയായിട്ട് വളർന്നു. അപ്പൊ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് സമ്മതമാണ്, എനിക്ക് പോകാം, കല്യാണത്തിന് വിവാഹത്തിന് നിക്കാഹിന് സമ്മതമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിക്കാഹ് നടത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അന്ന് അടിയന്തരമായിട്ട് മറ്റു ജോലിക്കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അവർക്ക് കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടും ട്രയൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞാൻ മിക്കവാറും ഇത് കേസുകളിൽ ഇനിയും എൻ്റെ ജീവിതം ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് പല കേസുകളിലും അവർ ഹാജരാകാതെ പല പ്രതികളും രക്ഷപ്പെടാനിടയായത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ന്യായ സംവിധാനത്തിന്റെ ഒരു വലിയ കുഴപ്പമാണ്. കാരണം 18 വർഷം കഴിഞ്ഞൊക്കെ ഒരു പെൺകുട്ടിയുടെ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ആ 18 വർഷം അവരെങ്ങനെ ജീവിച്ചു? ആ 18 വർഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. അതിനുശേഷം അവരെങ്ങനെ ജീവിക്കുന്നു? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം അറിയേണ്ടതുണ്ട് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ഈ കേസിനെ കുറിച്ച് തന്നെയുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്.